ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളാണ്. യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ അറിയാനുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ അറിയാനുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കുക, നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരവും. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. യൂട്യൂബിലുള്ള എല്ലാ അപ്ഡേഷൻസും കറക്റ്റായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിന് ശേഷം യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? അറിയാത്തവർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. താഴെയുള്ള സെർച്ച് ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ചില ഫോണുകളിൽ മുകളിലായിരിക്കും ഉണ്ടാവുക. സെർച്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് യൂട്യൂബ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ യൂട്യൂബ് കാണിക്കും. ഇവിടെ തൊട്ടടുത്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേഷൻ കാണിക്കും, ഇല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും കാണിക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ബട്ടൺ കാണിക്കുന്നുണ്ട്. അവിടെ ഓപ്പൺ നമ്മൾ കൊടുത്തു. ഇനി ഞാൻ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ എൻ്റെ ചാനൽ തന്നെ ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പല വീഡിയോകളും കാണുന്ന സമയത്ത് വീഡിയോയുടെ പല ഡീറ്റെയിൽസുകളും നമുക്ക് അറിയാതെ പോകാറുണ്ട്. അവർ അത് ഡിസ്ക്രിപ്ഷനിൽ താഴെയാണ് ഇത് കൊടുക്കുക. അതിന് പകരം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നോക്കാം. നമുക്കൊരു വീഡിയോയിൽ ഒരാളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം നമുക്ക് നല്ലപോലെ അടുത്ത് കാണണം എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് അത് സാധിക്കാറില്ല. കാരണം ക്യാമറ ചിലപ്പോൾ ദൂരെ വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മുടെ 2 വിരൽ വെച്ചിട്ട് ആ സ്ക്രീനിൻ്റെ മേലെ ഇതേപോലെ ഒന്നിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ, 2 വിരൽ കൊണ്ടും ഒന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ വലിച്ചാൽ തന്നെ ഇവിടെ കണ്ടില്ലേ ആ എക്സുകൾ കാണിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് മാക്സിമം 8.0x ആണ് കാണിക്കുന്നത്. 8x വരെ നമുക്കിത് സൂം ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീനിലുള്ള ഏത് ചെറിയ ലെറ്റർ വരെ കണ്ടില്ലേ, നമുക്കിവിടെ ചെറിയ ലെറ്റേഴ്സ് വരെ ചിലപ്പോൾ ചില ആളുകളുടെ ഫോൺ നമ്പർ, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ ആയിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചില ഫോണിൻ്റെയൊക്കെ സെറ്റിങ്സുകൾ ചിലപ്പോൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവില്ല. അപ്പോൾ പലരും ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റൊക്കെ ചോദിക്കാറുണ്ട്. അതിന് പകരം നമുക്ക് തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായിട്ട് എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് 2 വിരൽ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടൈം ലൈൻ ഉണ്ടല്ലോ, ആ ടൈം ലൈനിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓരോരോ സീക്വൻസ് ആയിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു 3-4 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അടുത്ത ഭാഗം എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇതേപോലെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ അതായത് വല്ലാതെ മോശമായിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഏതെല്ലാം ഭാഗങ്ങളിൽ നല്ല നല്ല ഭാഗങ്ങൾ വരുന്നുണ്ട് ആ ഭാഗങ്ങൾ മാത്രം നമുക്ക് ഇതേപോലെ നീക്കി നമുക്ക് നല്ല ഭാഗങ്ങൾ മാത്രം നോക്കിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുവഴി നമുക്ക് വളരെയധികം സമയം ലാഭിക്കുവാനും സാധിക്കും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.